റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനായി ഒരുക്കിയ അത്താഴ വിരുന്നിൽ ഡോക്ടർ ശശി തരൂർ എം പി പങ്കെടുത്തതിൽ ഹൈക്കമാൻഡിനെ കടുത്ത അതൃപ്തി. രാഷ്ട്രപതി ഭവനിൽ ഒരുക്കിയ വിരുന്നിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കളെ ക്ഷണിച്ചിരുന്നില്ല. ഇത് പ്രോട്ടോകോളിന്റെ ലംഘനമാണെന്നാണ് കോൺഗ്രസ് പറയുന്നത്. വിനീത വി ജി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. വിനീത, ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. ഇന്നലെ രാത്രിയായിരുന്നു രാഷ്ട്രപതി ഭവനിൽ ഈ ഔദ്യോഗിക പരിപാടികൾക്കൊക്കെ ശേഷം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനായി അത്താഴ വിരുന്ന് ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. ഈ വിരുന്നിലാണ് കോൺഗ്രസ് എം പി ശശി തരൂരിനെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം പാർലമെന്റിന്റെ വിദേശകാര്യ സമിതി അധ്യക്ഷൻ കൂടിയാണ്. പക്ഷേ ആ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുത്തു. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ ഈ ഇന്ത്യയിലേക്ക് എത്തുന്ന ഇത്തരം ഉള്ള നേതാക്കളെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ തന്നെ കാണാൻ അനുവദിക്കുന്നില്ല എന്നൊക്കെ രാഹുൽ ഗാന്ധി നേരത്തെ ചില ആരോപണങ്ങളൊക്കെ തന്നെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ശശി തരൂർ മാത്രം ഈ പരിപാടിയിൽ പങ്കെടുത്തതിൽ ഹൈക്കമാൻഡ് കടുത്ത അതൃപ്തി കൂടി അറിയിച്ചിരിക്കുന്നത്. മാധ്യമ വിഭാഗം തലവനായ പവൻ ഖേര, അദ്ദേഹം പറയുന്നത്, കോൺഗ്രസിന്റെ നേതാവാണ് അദ്ദേഹം പറയുന്നത്, ഈ പരിപാടിയിൽ പങ്കെടുത്തവർ ഇതിന്റെ ചോദ്യം നേരിടണം എന്നുള്ളത് തന്നെയാണ്. കാരണം പ്രതിപക്ഷ നേതാക്കളെ യോഗത്തിൽ വിളിച്ചിട്ടില്ല, ഈ വിരുന്നിൽ അത്താഴ വിരുന്നിൽ വിളിച്ചിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം ചോദിക്കേണ്ടത് ശശി തരൂരിനോടാണെന്നും ഒരുപക്ഷെ പ്രതിപക്ഷ നേതാക്കൾക്ക് ക്ഷണം ലഭിക്കാതെ തന്നെ വിളിച്ചിരുന്നുവെങ്കിൽ ഈ പരിപാടിയിൽ താൻ പങ്കെടുക്കില്ലായിരുന്നുവെന്നും പവൻ ഖേര വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം പ്രോട്ടോകോളുകളുടെ ലംഘനമാണ് നടന്നതെന്നാണ് ജയറാം രമേശ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. ശശി തരൂർ ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ നയം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് മറ്റുള്ളവരെ വിളിക്കാത്തതെന്ന് തനിക്കറിയില്ല. തന്നെ സംബന്ധിച്ചിടത്തോളം തനിക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട്, ആ അത്താഴ വിരുന്നിൽ താൻ പങ്കെടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ടായിരുന്നു. തുടർന്നാണ് ഇന്നലെ രാത്രി രാഷ്ട്രപതി ഭവനിൽ വെച്ച് നടന്ന ഈ അത്താഴ വിരുന്നിൽ ശശി തരൂർ പങ്കെടുക്കുകയും അതിനുശേഷം അദ്ദേഹം ചില ദേശീയ മാധ്യമങ്ങളോടൊക്കെ തന്നെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതാണെങ്കിലും ഈ വിഷയത്തിൽ നേതാക്കളെ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് ശശി തരൂരിനെ മാത്രം ക്ഷണിച്ച പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തതിൽ കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ അതൃപ്തി തന്നെയാണുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.